ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ക്രാഗ് കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കെറിയിലുള്ളതാണ്. മനുഷ്യൻ്റെ ഉദയത്തിന് മുമ്പ് തന്നെ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഭൂമിക്കടിയിലെ ഒരു കേവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് വെള്ളമൊഴുക്കുകളും അങ്ങനെയുള്ള ഭൂമിക്കടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ ക്രിസ്മസിൻ്റെ പരിപാടിയോ? കൊള്ളാം. നമുക്ക് അകത്തേക്ക് പോയി ടിക്കറ്റ് എടുക്കാം. അമ്മ ഇവിടെ ഫോട്ടോ എടുക്കും. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കഫയും ഫുഡിൻ്റെ കൗണ്ടറൊക്കെയാണ്. അങ്ങോട്ട് ഒരുപാട് ഡ്രസ്സ് എടുക്കുന്ന സ്ഥലവും ഗിഫ്റ്റ് ഷോപ്പൊക്കെയാണ്. ഇതുകൊണ്ടോ ഇങ്ങനൊരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറണം. ഇതുകൊണ്ടോ കുറേ സാധനങ്ങളുണ്ട്, സുവനീഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന ഉടനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ തീ കത്തുന്നുണ്ടോ? എന്താ സുഖം, നല്ല തണുപ്പുണ്ട്. ഞങ്ങൾക്ക് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് വരണം. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈഫൈ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ഇതിൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. വോയിസ് ഓവറൊക്കെ പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഇതുണ്ടോ ഭൂമിക്കടിയിലെ പാറകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ നമ്മളങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും നമ്മൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇവിടെ വരുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. ഒരുപാട് ദേ നീരോറോ ഇതുണ്ടോ? ഇതിനകത്ത് തോടുണ്ട്. ഇതുണ്ടോ തോടുണ്ട് ഇതിനകത്തോട്. ഇതുണ്ടോ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഭൂമിക്കടിയിൽ ഇത്ര സെറ്റപ്പ് ഉണ്ടല്ലേ. 10 ലക്ഷത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആകർഷകമായ ഭൂഗർഭ ലോകമാണ് ക്രാഗ് ഗുഹ. കാസിൻ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഷോ ഗുഹ സ്റ്റലാക്ടൈറ്റുകളുടെയും സ്റ്റലാഗ്മീറ്റുകളുടെയും അതിശയകരമായ രൂപങ്ങൾ നിറഞ്ഞ ഒരിടമാണ്. എല്ലാ കാലാവസ്ഥയിലും സന്ദർശകർക്കായി ഈ ഗുഹ തുറന്നിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി സൂക്ഷ്മമായി രൂപപ്പെടുന്ന ഉയർന്ന സ്റ്റലാക്ടൈറ്റുകളും സ്റ്റലാഗ്മീറ്റുകളും ഉൾക്കൊള്ളുന്ന മനോഹരമായ കത്തീഡ്രലും ക്രിസ്റ്റൽ ഗ്യാലറിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മുടെ കാഴ്ചാനുഭവം മെച്ചപ്പെടാൻ വേണ്ടി അത്യാധുനിക ശബ്ദ സംവിധാനവും നാടകീയ ലൈറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെ ഗൈഡ് ടൂറായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തെല്ലാം വെള്ളം വെറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ കയ്യിലോട്ടൊക്കെ വെള്ളം വെറ്റിറ്റ് വീഴുന്നുണ്ട്. ഇവിടെ എല്ലാം വെള്ളം കിടപ്പുണ്ട്. ഭൂമിക്കടിയിലെ നീരുറവയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടോ ഏകദേശം 15,000 വർഷങ്ങളിലേറെയായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റലാക്ടൈറ്റുകളുടെയും സ്റ്റലാഗ്മീറ്റുകളുടെയും നേരിട്ട് കാണാനുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കിതിനകത്ത് എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിതിനകത്ത് നിരവധിയായിട്ടുള്ള ജലപാതകൾ കാണാൻ സാധിക്കും. ഭൂമിക്കടിയിലെ ഭൂഗർഭ ജലപാതകൾ എങ്ങനെയാണെന്നൊക്കെയുള്ള അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ക്രാഗ് ഗുഹയിൽ നമുക്ക് വന്നാൽ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഗുഹയുടെ പ്രകൃതി സൗന്ദര്യത്തിന് ആക്കം കൂട്ടുന്ന അതിശയകരമായ തൂണുകളും ഫോസ്റ്റോൺ രൂപങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത്ര വരെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും കുറേ ഗുഹയൊക്കെ ഉണ്ട്. എനിക്കത് മണ്ണിടിയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഒഴിവാക്കിയേക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഈ മണ്ണ് രൂപപ്പെടുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്ത് രൂപാന്തരപ്പെട്ടു വരുന്ന ഭൂമിക്കടിയിലെ ഓരോ രൂപാന്തരീകരണവുമാണ് നമ്മൾ കാണുന്നത്. ഭൂമിക്കടിയിലെ ഒരു ഭൂഗർഭ ലോകം തന്നെയാണ് നമ്മൾ കാണുന്നത്. നിരവധി അനുഭവങ്ങൾ നമുക്കിതിനകത്തുനിന്ന് കാണാൻ സാധിക്കും. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. സ്റ്റാലിക് സ്റ്റൈല് അത്
അത് ഫോർമേഷൻ, അത് എങ്ങനെ ഫോർമേഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ കാൽഷ്യം കാർബൈറ്റിന്റെ ഫോർമേഷൻ കൊണ്ടാണ് വരുന്നത്. അതെങ്ങനെ വരുന്നത്? മറ്റേ ഫോസില് ഫോസിലിന്റെ ഇതുകൊണ്ടാണ്. മൃഗങ്ങളുടെ ഒക്കെ അല്ലേ? ആ, കാൽസ്യം അതിനകത്തു നിന്നുള്ള എല്ലിന്റെ ഒക്കെ അതിനാണ് അത് പറയും. എന്ന് പറഞ്ഞാൽ ഈ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ചെറിയ പിന്നെ താഴെയും ഈ കാൽഷ്യം കാർബൈറ്റ് ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ആകുമ്പോഴാണ് അത് പില്ലർ എന്ന് പറയുന്നത്. ഇതിന് കത്തീഡ്രലിന് പേര് പറയാൻ പറഞ്ഞാൽ അതൊരു പില്ലോ ഇങ്ങനെ മെഴുകുതിരി കഴിക്കുന്ന ഒരു ഇതുപോലെ കാൻഡിൽ സ്റ്റാൻഡ് അത് പറയാം. ഇത് ഫോർമേഷൻ ആയി വരണമെങ്കിൽ കൂടാനുകൂടി വർഷങ്ങൾ വരും. ഓ, ഇവിടെ വെള്ളമായിരുന്നു മൊത്തം. അവര് പമ്പ് ചെയ്തായിരിക്കും വെളിയിലോട്ട് പമ്പ് ചെയ്തായിരിക്കണം. ഈ ലെവലായിരുന്നോ? അപ്പൊ ഇവിടുന്ന് അത് അപ്പുറത്താണ്. അവളുടെ മോളുമായിട്ട് വേറെ ആളുടെ സെറ്റാക്കി വിവാഹമാക്കിയായിരുന്നു. പക്ഷെ അവർക്ക് ഓ, ആ നടുക്കത്തെയാണ്. അത് അവരുടെ പിള്ളേരും അവരുടെ ഫാമിലിയാണ്. അവരുടെ ഡോഗ് ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അതിനാണ് ഡോഗ്. മറ്റോ കാമുകൻ ചേസ് ചെയ്തെന്നല്ലോ. കാമുകനതായിരിക്കുന്നത്. അതാണ് കെട്ടാൻ പോയവനല്ലേ ചേസ് ചെയ്തെന്ന് കെട്ടാൻ പോകുന്നതും ചേസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കെട്ടുന്നതിന്റെ തലേ ദിവസം ഇവൾ ഒളിച്ചോടി. അല്ല, ഇവര് കൊള്ളാല്ലേ? ഇവര് ഓരോ സാധനം കണ്ടിട്ട് ഇവര് കഥ ഉണ്ടാക്കുമല്ലേ? ഇതിന്റെ മണ്ടേ കൂടെ വെള്ളമായിരുന്നോ? പഴയ കേവ് പൊക്കോട്ടിരുന്നേന്ന്. പഴയതോ? എന്നിട്ട് ഇടിഞ്ഞു വീണാണോ അത്? ഇവിടെ എല്ലാം നടക്കുന്നിടം എല്ലാം വെള്ളമായിരുന്നു. ഈ ബിഗ് സ്റ്റാലിറ്റൈറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷങ്ങളായിട്ട് ചത്ത് കിടക്കുന്ന നമ്മുടെ വന്യമൃഗങ്ങളുടെയൊക്കെ ഫോസിലിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് കൂടാനുകൂടി വർഷങ്ങളുണ്ടാവും. അതിങ്ങനെ താഴെ വന്നിങ്ങനെ മുട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പലതായിട്ടുള്ള സ്റ്റാലിറ്റൈറ്റുകളൊക്കെ ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഉണ്ടായി വരുന്നത്. നമ്മളിങ്ങനെ കേവിനകത്ത് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. കുറേ ചരിത്രങ്ങളും കുറേ നമ്മൾ ഇന്നേ വരെ ജീവിതത്തിൽ കാണാത്ത കാര്യങ്ങളൊക്കെ കുറേ കണ്ടു. ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടുവിട്ടാം. ബൈ.